പാമ്പ് കടിയേറ്റാൽ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് പല തവണ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒക്കെ തന്നെയും കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷേ അത് കൃത്യമായിട്ടൊരു അതിന് വേണ്ടുന്ന ഒരു മെഡിക്കൽ എമർജൻസി ചെയ്യുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആപ്റ്റായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ പാമ്പ് കടിയേറ്റാൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ അത് 100% ചോദ്യം, നല്ല ചോദ്യം. അതിൽ ഏറ്റവും അനിവാര്യമായിട്ട് ചെയ്യേണ്ടത്, ഒരു കാരണവശാലും പാമ്പ് കടിയേറ്റാലും ഒരു വാഹനത്തിനെയും വെയിറ്റ് ചെയ്തിരിക്കരുത്. കിട്ടുന്ന വാഹനം ഏതാണോ അതിൽ ആൻറ്റിവെനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഒന്ന് ഞാനിപ്പോഴും പറയുന്നു, ഇനി വരുന്ന നാളുകളിൽ നമ്മളെ പാഠ്യപദ്ധതിയിൽ പാഠപുസ്തകങ്ങളിൽ ഒരു 4ലോ 5ലോ ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ 6ലോ ഉള്ള കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ പാമ്പ് കടിയേറ്റതിൻ്റെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും പാമ്പിൻ്റെ വനത്തിനെക്കുറിച്ചും ആൻറ്റിവെനം എവിടെയാണുള്ളതിനെക്കുറിച്ചുമൊക്കെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബുക്കിലേക്ക് വരണം, നിർബന്ധമായിട്ട് വരണം. കൊച്ചു കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ഓർമ്മ മരണം വരെ അത് നിൽക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൻ്റെ യഥാർത്ഥ പ്രധാനപ്പെട്ട ക്ലബ്ബുകളിൽ, റെസിഡൻസുകളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് നമ്മുടെ ഓരോ ജില്ലകൾ, അപ്പോൾ എല്ലാ കേരളത്തിൽ എല്ലാം വേണമെന്ന് ഞാൻ പറയാം, ഓരോ ജില്ലകളിൽ താമസിക്കുന്ന ആ ജില്ലകളിലുള്ള റെസിഡൻസ്, ക്ലബ്ബ്, രാഷ്ട്രീയ പാർട്ടി സംഘടനകളിലൊക്കെ നിങ്ങളുടെയൊക്കെ ഓഫീസിൽ നിങ്ങൾ ആൻറ്റിവെനമുള്ള ഹോസ്പിറ്റലിലെ പേര് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻറ്റ് ചെയ്ത് 3-4 സ്ഥലത്തായിട്ട് പ്രദർശിപ്പിക്കണം. പുറത്തൊക്കെ പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അത് മനസ്സിൽ ഓർമ്മയിരിക്കും, ഇന്ന സ്ഥലത്തുണ്ടല്ലോ, പോണ വഴിക്കെങ്കിലും അവർ ഇറങ്ങി ആൻറ്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റൽ ഏതാണെന്ന് പെട്ടെന്ന് ഇങ്ങനെ വണ്ടിയിൽ നോക്കുകയും ഫോട്ടോ എടുത്തിടുകയും ചെയ്യും. അത് നമുക്ക് വരും നാളുകളിൽ പാമ്പ് കടിയേറ്റ് മരണം സംഭവിക്കുന്നതിൻ്റെ ആൾക്കാർ നമുക്ക് ജീവൻ സംരക്ഷിക്കാനായിട്ട് നമുക്കൊരു മാർഗ്ഗമാണ്. അത് നിൽക്കട്ടെ. പക്ഷേ പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാനായി ഒരു മാർഗ്ഗം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും മൃഗസ്നേഹികളാണ്. ഡോഗിനെ, തെരുവ് നായ്ക്കളെ സ്നേഹിക്കുന്നവരാണ്, തെരുവ് പൂച്ചയെ സ്നേഹിക്കുന്നവരാണ്, പക്ഷികളെയൊക്കെ സ്നേഹിക്കുന്നു. ഒന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചെടികളെ സ്നേഹിക്കുന്നു വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ആമ്പൽ സ്നേഹിക്കുന്നു വേണ്ടെന്ന്. പക്ഷേ വേനൽ സമയത്ത് നിർബന്ധമായിട്ട് താഴെ നിങ്ങൾ പൂന്തോട്ടത്തിൽ ചെടികൾ നടുന്ന സമയത്ത് ചെടിയെ സ്നേഹിക്കുന്നവർ ചെടി പടർന്ന് പന്തലിക്കാൻ അനുവദിക്കാതിരിക്കുക, ചട്ടികളിൽ പടർന്ന് പന്തലിക്കാൻ അനുവദിക്കാതിരിക്കുക, ചെടികൾ അടുത്തടുത്ത് വെക്കാതിരിക്കുക, 2 അടിയെങ്കിലും ഗ്യാപ്പിട്ട് വെക്കുക. വെക്കുന്ന ചെടിച്ചട്ടികളുടെ അടിയിൽ ഇൻ്റർലോക്കോ സിമെൻറ്റ് ബ്ലോക്കോ അല്ലെങ്കിൽ ഇഷ്ടികയൊന്നും വെക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗാർഡനിൽ നിങ്ങൾ ഒരു കാരണവശാലും വേനൽ സമയത്ത് എന്താ പറയുക, നമ്മുടെ ഫിഷ് ടാങ്കുകളിൽ ഫിഷ് വളർത്താതിരിക്കുക. താഴെ വെക്കുന്ന ഫിഷ് ടാങ്കുകൾ ഹൈറ്റിലാണെങ്കിൽ കുഴപ്പമുണ്ടാവുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇന്റർലോക്കും ഇതിനകത്തൊക്കെ വന്നിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പാത്രത്തിൽ വെള്ളം വെക്കുന്നു, താമര വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ചെറിയ പാത്രങ്ങളാണ് വെക്കുന്നത് ബേസിനിൽ. അപ്പോൾ അതിനകത്തൊക്കെ പാമ്പ് ഈസി ആയിട്ട് വെള്ളം കുടിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത പറമ്പിലൊക്കെ ഇരിക്കുന്ന പാമ്പുകൾക്ക് നമ്മളിവിടെ ഒരു പ്രാവശ്യം വെള്ളം കിട്ടിയാൽ അതിനകത്ത് നാക്കിലേക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല, വീണ്ടും അടുത്ത ദിവസം അത് തന്നെ ആവർത്തിക്കും. അപ്പോൾ അത് സ്ഥിരമാകുമ്പോൾ നമുക്ക് മാരകമായ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ അത് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട, പാമ്പ് കടിയേറ്റാൽ പേടിപ്പിക്കാതിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നില്ല, നമ്മൾ അദ്ദേഹത്തിന് ആ മെൻ്റൽ പ്രഷറിൽ നിന്ന് കടി കിട്ടിയെന്നുള്ളതിന് നമ്മൾ എന്തെങ്കിലും, ശംഖുവരയനാണെങ്കിലും അണലിയാണെങ്കിലും മൂർഖനാണെങ്കിലും രാജവെമ്പാലയാണെങ്കിലും ഏത് പാമ്പുകളാണ്, എന്ത് രാജവെമ്പാല കടിച്ച് 2 പേര് ജീവിച്ചിരിക്കുന്നില്ലേ? ചരിത്രത്തിലുണ്ടോ? തിരുവനന്തപുരത്ത് റിപ്പോർട്ടുണ്ട്. ഈ ആപ്പിലുള്ള 2 പേര്, സർപ്പാന്ന ആപ്പ് വന്നതിന് 2 പേർക്ക് രാജവെമ്പാല കടിയേറ്റി. പാമ്പ് കൊടുത്തക്കാർക്ക് എത്ര കിട്ടിയെന്ന് കണക്കുണ്ടോ? 128 പേർക്ക് കടി, ഒരു കണക്കുമില്ല. പക്ഷേ വാവാ സുരേഷിന് മാത്രം വരുമ്പോൾ മാത്രമാണ് എല്ലാവരും ആഘോഷിക്കുന്നത്, വേറെ ആർക്കും ഒന്നല്ലോ. അപ്പോൾ ഇതൊക്കെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇതും ഒന്ന് അവസാനിപ്പിക്കണം. അപ്പോൾ പാമ്പടി രാജവെമ്പാല കടിയിട്ടി 2 പേര്, ഒന്ന് പാലോട് റേഞ്ചിലെ താൽക്കാലിക ജീവനക്കാരന് കടിയിട്ടി, ഇന്നായാലും ജീവിച്ചിരിപ്പുണ്ട്. അതൊക്കെ എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തൊന്നുമില്ല അറിയില്ല. എൻ്റെ ഇവിടെ മെഡിക്കൽ കോളേജ് വരാത്ത ഞാൻ അറിഞ്ഞ പത്രത്തിൽ വാർത്ത കൊടുക്കുന്നു. എനിക്കങ്ങനെ ആരോടും വൈരാഗ്യമൊന്നുമില്ല, എല്ലാവരും ജീവിച്ച സുഖമായിട്ടിരിക്കും. അപ്പോൾ അത് കണ്ട് 5ലും പാമ്പ് രാജവെമ്പാല കടിയിട്ടി. ഇവരെയൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇവരെയൊക്കെ ശരീരം പഠിച്ചിട്ടുണ്ട്. എത്ര ആൻറ്റിവെനം കൊടുത്തിട്ട് പഠിച്ചു? ഇതൊക്കെ പഠിക്കേണ്ടതല്ലേ? ഇവർ രാജവെമ്പാല കടിച്ചു, ഇവർ ജീവിച്ചിരിക്കുന്നു. ഇവരുടെ ഫുഡിൻ്റെ രീതി എന്താണ്? ഇവർക്ക് എത്ര വയസ്സായി? ഇവർക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? ഇവർക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ആൻറ്റിവെനം രാജവെമ്പാല അടിച്ചിട്ട് ആൻറ്റിവെനം എത്ര കൊടുത്തു? ഇതൊക്കെ പാഠ്യമാക്കേണ്ടതല്ലേ? അപ്പോൾ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് എയ്ഡിലേക്ക് വരാം. അപ്പോൾ ഇദ്ദേഹം ചോദിച്ച പോലെ നമ്മൾ പാമ്പ് കടിച്ച് ചെയ്യേണ്ടത് ഭയമില്ലാതിരിക്കുക, ഏറ്റവും അനിവാര്യം ഭയമില്ലാതിരിക്കുക. അതിനുശേഷം ആ വ്യക്തിയെ പിടിച്ച് തിരുത്തുക. ഇപ്പോൾ പലരും പറയും കെട്ടി വെക്കരുതെന്ന് പറയും. ശുദ്ധ മണ്ടത്തരാണ്. കെട്ടിവെക്കാതിരിക്കരുത്. ഒരിക്കലും കെട്ടി വെക്കരുതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കയറോ റോപ്പ് ഉപയോഗിച്ച് കെട്ടാൻ പാടില്ല എന്നാണ്. ഒരിക്കലും കയറോ റോപ്പ് ഉപയോഗിച്ച് കെട്ടി. കാരണം ഈ അടുത്ത കാലത്തുകൾക്ക് 1-2 വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു കെട്ടിവെക്കാൻ പാടില്ല. ശുദ്ധ മണ്ടത്തിനാണ്. കെട്ടിവെക്കാതിരുന്നാൽ നമുക്ക് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിയാകുമ്പോൾ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടും. അത് മണ്ടത്തിനും കാണിക്കാതിരിക്കുക. കെട്ടിവെക്കണം. കയറോ റോപ്പ് ഉപയോഗിച്ച് കെട്ടരുത്. പിന്നെ ബ്ലേഡോ കത്തി ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കെട്ടുക എന്ന് വെച്ചാൽ നമ്മൾ വീതിയുള്ളത്, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്രയും കാലമാണ്, ഇത്രയെങ്കിലും വീതിയുള്ള തുണി കീറിയെടുക്കുക. അപ്പം ഞാൻ ഇവിടെയാണ് കടിച്ചത്. ഈ അകലം കാണിക്കാൻ വേണ്ടി മാത്രം പുള്ളിയുടെ കൈ എടുക്കുക. ഈ അകലത്തിന് ഇത്രയും അകലമെങ്കിലും എടുക്കുക. അവിടെ തന്നെ വീതിയുള്ള തുണി, ഈ വീതിക്ക് തുണി ഉപയോഗിച്ച് വീതിക്ക് തന്നെ ചുറ്റി കെട്ടുക. ഒരു കാരണവശാലും ടൈറ്റ് ആക്കരുത്. രക്തോട്ട് ഈ നമ്മൾ വെള്ളം വെച്ചാൽ ഇങ്ങനെ വെച്ച് കിട്ടുമ്പോൾ വെള്ളം നമുക്ക് ഈസിയായിട്ട് ഊരി എടുക്കാൻ പറ്റും. ആ രീതിയിൽ കെട്ടുക. വീണ്ടും ഒരു കഷ്ണം തുണി കയറി കുറച്ചുകൂടെ മേളിലോട്ട് കെട്ടുക. കയ്യിലാണ് ബൈറ്റ് കിട്ടും. ഇപ്പോൾ കയ്യിൽ ബൈറ്റ് കിട്ടുന്ന കേരളത്തിൽ ഒത്തിരി ഉണ്ട്. തൊഴിലുറപ്പിൻ്റെ അമ്മമാർക്ക് ബൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ബൈറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ കൈ ഒരിക്കലും ഉയർത്തി വെക്കരുത്. നമ്മൾ തൂക്കിയിട്ട് നമുക്ക് നീര് വെച്ചിട്ട് ഇവിടെയൊക്കെ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. ആമ്പിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് ഇങ്ങനെ
ഈ ഹാർട്ടിൻ്റെ താഴെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തിന് എടുത്തിരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഒരു അപകടം ഉണ്ടാകാൻ പോകുന്നില്ല. കാലിൽ കെട്ടി നിവർത്തി വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. കിടപ്പിൻ്റെ ചില സമയത്ത് നമ്മൾ ടൂ വീലറിലൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത്. ടൂ വീലറിൽ കൊണ്ടുപോകാനേ പാടില്ല. ടൂ വീലർ കൊണ്ടുപോകുമ്പോൾ വൈബ്രേറ്റ്. ഇപ്പോൾ 2 കേസ് നമുക്ക് തൃശ്ശൂരാണെങ്കിലും ടൂ വീലറിലാണ് കൊണ്ടുപോയത്, ചെറിയെങ്കിലാണെങ്കിലും ടൂ വീലറിലാണ് കൊണ്ടുപോയത്. ഇത് ഒരു കാരണവശാലും നിങ്ങൾ അനുകരിക്കരുത്. പിന്നെ വേറെ കേട്ടിട്ടുണ്ട് എന്ന് പറയാം. ഇപ്പോൾ അമ്മമാർ മക്കൾക്ക് കടി കിട്ടുമ്പോൾ, ഇപ്പോൾ നമുക്ക് കോട്ടയത്തൊരു അമ്മ ഒരു മോക്ക് കടി കിട്ടിയ സമയത്ത് അമ്മ ഒരു 500 മീറ്ററോളം മോളെ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ ഓടി വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അമ്മയും കുലുങ്ങുന്നു, ഈ കുഞ്ഞിനും കുലുങ്ങുന്ന സമയത്ത് എന്താ സർക്കുലേഷൻ കൂടും, ശരീരം അനങ്ങില്ല, സർക്കുലേഷൻ കൂടും. ആ സമയത്ത് ഡെത്ത് ആ മോൾ മരണപ്പെട്ടു പോയി. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇരുത്തി കൊണ്ടുപോകും. പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞതിൽ കൊണ്ട് ഇപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റ ഒരാളാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ അറസ്റ്റ് വരാൻ നോക്കും, കഫക്കെട്ടുണ്ടാവും, കാർഡിയക് അറസ്റ്റ്, അതിന് പിന്നെ കഫം തടസ്സമുണ്ട്. അപ്പോൾ കഫം ശ്വാസം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മലർന്നിട്ടോ കമിഴ്ന്നിട്ടോ ഇടത് സൈഡ് ചരിഞ്ഞോ കിടക്കാനാണ്. കാരണം ഇടത് ചരിഞ്ഞ് കിടന്നാൽ കുഴപ്പമുണ്ടാകുന്നത് പ്രഷർ, ഹാർട്ടിൽ വന്നാൽ പ്രഷർ വരുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ചരിഞ്ഞ് കിടക്കുമ്പോൾ വീണ്ടും പ്രഷർ ആവുന്നു, പെട്ടെന്ന് ഡെത്തിലേക്ക് പോകും. വലത് സൈഡ് എപ്പോഴും ശ്രദ്ധിക്കണം, വലത് സൈഡ് ചരിഞ്ഞ് കിടക്കുക. അപ്പോൾ നമുക്ക് തടസ്സം വരുന്ന കഫം ഇതിലേക്ക് പൊക്കോണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് കുറച്ചുകൂടി ശ്വാസം എടുക്കാനുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയും. അതിലുപരി നമുക്ക് എപ്പോഴും നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 90% നമ്മളെ പറ്റുമെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് ജില്ലക്കാർക്ക് പെട്ടെന്ന് ഓടിയെത്താൻ പറ്റും നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനാണ്. മെഡിക്കൽ കോളേജിൽ എല്ലാ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.